ഈ പെരുമഴ വരുന്നൊരു സമയത്ത് ഇന്ന് നമ്മളൊരു കുഞ്ഞു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ വളപട്ടണം പാലത്തിൻ്റെ മേലെയാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഈ ഒരു മഴ സമയത്ത് ഒരു ഡ്രൈവിന് പോകുക എന്ന് പറയുന്നത് ഒരു നല്ല സുഖമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മളൊരു സൺഡേ ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കാറിൽ തന്നെ. പിന്നെ നമ്മൾ അടുത്തൊരു പ്രദേശമായ ചിറക്കലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ചിറക്കൽ ചിറയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചിറക്കൽ ചിറ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫോക്ലോർ അക്കാദമി കാണിച്ചൊരു വീഡിയോയിൽ അതിൻ്റെ മുമ്പിലുള്ള ഒരു ചിറയാണിത്. അപ്പോൾ ഈ ഒരു ചിറയുടെ പ്രത്യേകത ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയൊരു ചിറയാണിത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ചിറയുടെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ ഒരു ചിറയുടെ ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പൊതുവെ ഈ ചിറക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും പിന്നെ ചെറിയ ചെറിയ ഇല്ലങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ചുറ്റിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ധന്വന്തരി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ടേക്ക് പോവാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഒരു ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രം ഇവിടെ കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് തൊട്ട് തൊഴുത് നമ്മളിതാ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചിറയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു സ്കൂളൊക്കെ കാണാം. കസ്തൂർബ പബ്ലിക് സ്കൂളാണ്. അപ്പോൾ ഈ സൈഡിലെത്തിയാൽ ഇവിടെയുണ്ട് ഒരു ക്ഷേത്രം. കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച സ്കൂളിതാ നമ്മളിപ്പോൾ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി സ്കൂളും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അന്നത്തെ വീഡിയോയിലെ താരമായ ഫോക്ലോർ അക്കാദമി. ഇനി അതും കഴിഞ്ഞതാ നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ മുമ്പോട്ട് കുറച്ചുകൂടി ദൂരം പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ചാമുണ്ഡി ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു 1.5 വർഷം മുമ്പ് പെരുങ്കളിയാട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടി തീച്ചാമുണ്ടിയൊക്കെ കെട്ടിയിട്ട് കുറച്ചു വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രമൊക്കെ ഒന്ന് നമ്മൾ കവർ ചെയ്തു. ഇനിയും തീർന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്തത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഇതിൻ്റെ അടുത്തൊരു സ്റ്റേഷൻ കൂടിയുണ്ട്. ചിറക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഓവർ ബ്രിഡ്ജിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ ഇതുപോലെയുള്ള ഔട്ടിംഗ് ഒക്കെ വളരെ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ ഇവിടേക്ക് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോഴേക്കും മഴ ചെറുങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്നത് ആ ഒരു ട്രെയിൻ ഇതിലേ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ടോ ആ ട്രെയിൻ കണ്ടപ്പോൾ. അപ്പോൾ ഇവിടുത്തെ സീൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാം. ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രസിദ്ധമായ കണ്ണൂരിലെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. ചിറക്കൽ വന്നിട്ട് ഇവിടെ വരെ വരാതിരുന്നത് മോശമല്ലേ? വളരെ പ്രസിദ്ധമായ ഈ ഒരു ക്ഷേത്രം ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും യാത്ര തുടരാം. അപ്പോൾ ഇവിടെയാണ് രാജാസ് UP സ്കൂൾ ഉള്ളത്. ഒരുപാട് വർഷങ്ങൾ മുമ്പേ ഉള്ളൊരു വിദ്യാലയമാണിത്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ പുതിയ തെരു ടൗണിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗണാണ് പുതിയ തെരു. അതുകൊണ്ട് തന്നെ പുതിയ തെരു കഴിഞ്ഞ് ഒന്ന് കണ്ണൂരേക്ക് എത്തുകയെന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം മിക്കവാറും അവിടെ ഭയങ്കരമായ ബ്ലോക്കാണ്. ഈ സമയത്ത് എന്തോ ഭാഗ്യത്തിന് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു വലിയ ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുമാത്രമല്ല, പുതിയ തെരുവിലെ പ്രശസ്തമായ വെലോസിറ്റി ബാറാണിത്. അപ്പം നമ്മൾ ഈ തിരക്കിലൂടെയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് സിനിമകൾ ഓടിയിട്ടുള്ള ഒരു തിയേറ്ററാണിത്, ധനരാജ് തിയേറ്റർ. കണ്ണൂരുകാർക്കൊക്കെ ഏറെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു തിയേറ്ററാണിത്. അങ്ങനെ സമയം കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നമ്മൾ വിട്ടില്ല. അതാ നമ്മൾ അടുത്ത ലൊക്കേഷനാണ് കളരിയാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, തുലാം 10 തുടങ്ങുന്ന തെയ്യക്കാലത്തിൻ്റെ ഏറ്റവും അവസാനം തെയ്യങ്ങൾ കെട്ടിയാടുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. ഭഗവതികളുടെ തിരുമുടികൾ അഴിക്കുന്നതോടെയാണ് നമ്മുടെ കണ്ണൂരുകാരുടെ തെയ്യക്കാലങ്ങൾക്ക് സമാപനമാകുന്നത്. അപ്പം നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഡ്രൈവ് പോകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.